പ്രസവിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് നിർത്തേണ്ടതും അവർ തന്നെയാണോ? അങ്ങനെയാണ് നാട്ടുനടപ്പെന്നല്ലേ? എന്നാൽ ഇതൊന്നും ഓർത്തെ, ഒരു സ്ത്രീ എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെയാണ് അവളുടെ യൗവനകാലത്ത് കടന്നു പോകുന്നത്. അതിലധികമോ പ്രഗ്നൻസീസ്, അബോർഷൻസ്, പ്രസവം, ചിലപ്പോൾ സിസേറിയൻ, മുലയൂട്ടൽ, കുഞ്ഞുങ്ങളെ വളർത്തൽ, ഇതെല്ലാം കൊണ്ട് എത്രമാത്രം എക്സോസ്റ്റഡ് ആയി കാണും. എന്നിട്ട് ആ ശരീരത്തിൽ തന്നെ പ്രസവം നിർത്തൽ എന്ന പേരിൽ വലുതല്ലെങ്കിലും മറ്റൊരു സർജറി, അതും അതിന്റെ നൂറിലൊന്ന് സങ്കീർണതയോ ചെലവ് പോലും ഇല്ലാത്ത മറ്റൊരു ഓപ്ഷൻ മുന്നിലുള്ളപ്പോ, അതാണ് മെയിൻ സ്റ്റെറിലൈസേഷൻ അഥവാ വാസെക്ടമി. പുരുഷന്മാരുടെ ബീജം ക്യാരി ചെയ്യുന്ന വാസ് ഡിഫറൻസ് എന്ന ട്യൂബ് രണ്ട് കുഞ്ഞു ഫോഴ്സപ്സ് ഉപയോഗിച്ച് വൃഷ്ണസഞ്ചിയുടെ തൊലിക്കടിയിൽ നിന്ന് വലിച്ചെടുത്ത് രണ്ടായി മാറ്റി കട്ട് ചെയ്ത് ഒരു അറ്റം ബറി ചെയ്യുന്ന പ്രൊസീജിയർ. ഈ സ്ക്രോട്ടം പുറത്തല്ലേ, അതിനാൽ വയറ് തുറക്കേണ്ട രീതിയിൽ വലിയ സർജറി ആവുന്നില്ല. മയക്കേണ്ട രീതിയിൽ അനസ്തേഷ്യയും വേണ്ട, തൊലി മരവിപ്പിച്ചാൽ മാത്രം മതി. നോ സ്കാൽപ്പൽ ടെക്നിക്, മുറിവില്ല, തയ്യലില്ല. ഒരു മൈനർ പ്രൊസീജിയർ ആണ്, റെസ്റ്റ് ഒന്നും വേണ്ട. അതിനുശേഷം ഒരാഴ്ചത്തേക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ്, സെക്ഷൽ ആക്ടിനൊക്കെ ഒന്ന് മാറി നിൽക്കണം, അത്രേ. ആകെ അറിയേണ്ടത് പ്രൊസീജിയർ കഴിഞ്ഞ് 10-20 ഇജാക്കുലേഷൻ വരെ ബീജത്തിന്റെ പ്രസൻസ് കാണും. അതുവരെ മറ്റു മാർഗങ്ങൾ യൂസ് ചെയ്യണം. അതിനുശേഷം ഒരു സെമൻ അനാലിസിസ് നടത്തി ബീജമില്ലെന്ന് ഉറപ്പുവരുത്തുകയും. സിമ്പിൾ ആയിട്ടും പുരുഷന്മാരും ഈ സൊസൈറ്റി ഇത് മടിക്കുന്നത് എന്തുകൊണ്ടാവാം? ഒന്ന്, അറിവില്ലായ്മ. 2, ഇത് തന്റെ സെക്ഷൽ ലൈഫിനെ ബാധിക്കൂ എന്നുള്ള പേടി. എന്നാൽ അറിയൂ, സെമൻ അഥവാ ശുക്ലത്തിൽ കുറെ കണ്ടൻസ് ഉണ്ട്. പല ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന സ്രവവും പിന്നെ വൃഷ്ണത്തിൽ നിന്ന് വരുന്ന ബീജവും. ഇതിൽ ബീജം വന്ന് മിക്സ് ചെയ്യുന്ന ട്യൂബ് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. ബാക്കി സെമൻ അവിടെ തന്നെ കാണും. അതായത് പുരുഷ ഹോർമോൺസ്, ഉദ്ധാരണം, സെക്ഷൽ ആക്ട്, സ്ഖലനം ഒന്നിനെയും എഫക്ട് ചെയ്യില്ല. സെമന്റെ മൈക്രോസ്കോപ്പിക് പരിശോധനയിൽ ബീജം ഉണ്ടാവില്ല എന്നതൊഴിച്ച്. അപ്പോ ആ പാവം ഭാര്യയെ കഷ്ടപ്പെടുത്താതെ പ്രസവം നിർത്താൻ ഭർത്താവിന് പറ്റുമെന്ന് മനസ്സിലായില്ലേ? ഭാര്യയെ ഏറെ സ്നേഹിക്കുന്നവർ ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്.